അഞ്ചാം ദിനമായ ഇന്ന് ഇവിടെ സംജാതമായിരിക്കുന്ന സാംസ്കാരിക വേദിയിലേക്ക് എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട സാന്നിധ്യങ്ങളെയും പ്രേക്ഷകരെയും ഈ ആനിക്കോടിൻ്റെ മണ്ണിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായ സാംസ്കാരിക വേദിയുടെ ദീപപ്രജ്വാലനമാണ് നിർവഹിക്കാൻ പോകുന്നത്. വേദിയിലെ ശ്രേഷ്ഠ സാന്നിധ്യങ്ങളെ എല്ലാവരെയും ദീപപ്രജ്വാലനത്തിനായി ക്ഷണിക്കുന്നു. അല്ലേ പ്രാർത്ഥന. ദീപം ദീപം വിജ്ഞാനദീപം നീ തെളിയിക്കുക ദേവാ. ദീപം വിജ്ഞാനദീപം ധാർമ്മിക ബോധമുണർത്തുക നിർമ്മല കർമ്മവ്യാഹൃദയം നിർമ്മാണാമൃതപൂരം പൊഴിയുക നിർമ്മല ഹൃദയത്തിൽ. ദീപം ദീപം വിജ്ഞാനദീപം നീ തെളിയിക്കുക ദേവാ. ദീപം വിജ്ഞാനദീപം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷികത്തോടുള്ള അഞ്ചാം ദിനമായ ഇന്ന് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്ന സാംസ്കാരിക വേദിയുടെ ഔപചാരികമായ കാര്യക്രമത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. നെല്ലറയുടെ നാടായ പാലക്കാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും ചരിത്രത്തെയും സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റ് പൈതൃക ജില്ല പാലക്കാട് എന്ന് രേഖപ്പെടുത്തുവാൻ തീരുമാനിച്ചതിനനുസരിച്ചാണ് ഇവിടെ ഓരോ വേദികളും സമ്മേളിക്കുന്നത്. നിളയുടെ ആന്തോളനങ്ങൾ സമ്മാനിച്ച സംസ്കൃതിയാണ് മറ്റു ജില്ലകളിൽ നിന്നും പാലക്കാടിനെ വ്യത്യസ്തമാക്കുന്നത്. നിരവധി കലാ സാംസ്കാരിക നായകന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, കാടും മലകളും രൂപപ്പെടുത്തിയ പ്രാദേശികമായ പ്രത്യേകതകൾ, ചരിത്ര സ്മാരകങ്ങൾ, തനതായ കലാരൂപങ്ങൾ, ഉത്സവങ്ങൾ, പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കാവുകൾ എന്നിവ പാലക്കാടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെ സമ്പന്നമാക്കുന്നവയാണ്. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ ഈ സംസ്കൃതി സംരക്ഷിക്കപ്പെടേണ്ടതും വരും തലമുറയ്ക്ക് പഠന വിഷയമാക്കേണ്ടതും ആവശ്യം തന്നെ. ചരിത്രത്തെ മറന്നുകൊണ്ട് ഒരു വർത്തമാനത്തിന് അർത്ഥമില്ലല്ലോ. ഈ തിരിച്ചറിവിൽ നിന്നുമാണ് പൈതൃക ജില്ല പാലക്കാട് എന്ന ആശയം ഉത്ഭവിക്കുന്നതും. കേരളത്തിൻ്റെ സാംസ്കാരിക ആസ്ഥാനമാണല്ലോ തൃശ്ശൂർ ജില്ല, കോട്ടയം അക്ഷര നഗരിയും, കോഴിക്കോട് സാഹിത്യ ജില്ലയും. ഇങ്ങനെ ഓരോ ജില്ലകൾക്കും അഭിലഷണീയമായ വിശേഷണങ്ങളുണ്ട്. അപ്പോൾ പൈതൃക ജില്ല എന്ന വിശേഷണത്തിന് എന്തുകൊണ്ടും അർഹത പാലക്കാട് ജില്ലയ്ക്ക് അവകാശപ്പെടാം. സവിശേഷതകൾ അനവധി ഉണ്ടെങ്കിലും മറ്റേതൊരു കാലഘട്ടത്തെക്കാളും
ഭാരതീയ സംസ്കാരവും സനാതനധർമ്മവും സംരക്ഷിക്കേണ്ട ചുമതല അനിവാര്യമായ ഒരു വർത്തമാനത്തിലാണ് നാം ജീവിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും കേവല രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിലും മാറ്റി എഴുതിയേക്കാവുന്ന പല നിയമങ്ങളും ചരിത്രപരമായേക്കാമെങ്കിലും പൈതൃക ജില്ല പാലക്കാടിൻ്റെ ഈ ധർമ്മകാഹളം ജനതയുടെ ഹൃദയത്തിൽ കോറിയിടുന്ന ഒരു കാലം വരുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സാംസ്കാരിക വേദിയിലേക്ക് ശ്രേഷ്ഠ സാന്നിധ്യങ്ങളെ സ്വാഗതം ചെയ്യാം. സ്വാഗത ഭാഷണത്തിനായി സന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ വെൽഫെയർ ട്രസ്റ്റിന്റെ സാരഥിയും ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിന്റെ മേൽശാന്തിയുമായ ഡോക്ടർ ശ്രീ ശ്യാം പ്രസാദ് അവർകളെ സഹർഷം ക്ഷണിക്കുന്നു. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സാംസ്കാരിക വേദി അതിവിശിഷ്ട സാന്നിധ്യങ്ങൾ കൊണ്ട് ശ്രേഷ്ഠമായിരിക്കുകയാണ്. എപ്പോഴും ആനിക്കോടിൻ്റെ മണ്ണിൽ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ ഓരോ ചടങ്ങുകളും സുപ്രധാന പങ്ക് വഹിക്കുന്നത് നാടിൻ്റെ സംരക്ഷണം, നാടിൻ്റെ പൈതൃകം, നാടിൻ്റെ സുരക്ഷ എന്നുള്ള വ്യക്തിമുദ്രകൾ പതിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോ പ്രവർത്തനങ്ങളും നടത്തി വരുന്നത്. അത് 2009 ഏപ്രിൽ മാസം 1 മുതൽ തുടങ്ങിയ ഒരു ദൗത്യം ഇന്നും കരകവിഞ്ഞൊഴുകാതെ ഒരേ ഓളത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു മഹത്വം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ അതിപ്രാചീനമായ ക്ഷേത്രം ഇത്രയും പരിപാലിക്കാൻ സാധിക്കുന്നത് ഈ ദേവതയുടെ ചൈതന്യം സമൂഹത്തിലേക്ക് നിറഞ്ഞൊഴുകുകയും ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾ അവർ പകർന്നു കൊടുക്കുന്ന ഓരോ മന്ത്രങ്ങളും ഓരോ കുടുംബത്തിൻ്റെ യശസ്സിലേക്ക്, അവരുടെ ഭാവിയിലേക്ക് ഒരു കൈച്ചുവട് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വ്യക്തിത്വത്തെ കഴിഞ്ഞ 2 വർഷം മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് പൈതൃക ജില്ലയെക്കുറിച്ച് ഒരു സംരംഭം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്ന സമയത്ത് ചുറ്റും നോക്കിയ സമയത്ത് വീട്ടിനകത്ത് ഒട്ടനവധി ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായത് ഓരോ വ്യക്തികളും എഴുതിയ പൈതൃകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമുക്കറിയാൻ സാധിക്കുന്ന ഈ പരിസ്ഥിതിയെക്കുറിച്ചോ അതുപോലെ ഓരോരുത്തരും സംഭാവന ചെയ്ത സമൂഹ പരിവർത്തനത്തെക്കുറിച്ചെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ റാക്കിലിരിക്കുന്ന ഓരോ പുസ്തകങ്ങളുടെ പേര് വായിക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിശിഷ്ട വ്യക്തിത്വം ആണ് ഇന്ന് നമുക്ക് സാംസ്കാരിക വേദി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ദീപപ്രോജ്വലനം നടത്തി അദ്ദേഹം നമ്മുടെ വിശിഷ്ട കർമ്മം പ്രകാശത്തിലൂടെ ഉണർന്നുവെങ്കിലും പാലക്കാട് പൈതൃക ജില്ല എന്നുള്ള വെബ്സൈറ്റ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കൈകളാലാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ആ ഉദ്ഘാടന കർമ്മം ചെയ്യാനെത്തിയ മുൻ MLA കൂടിയും ഇപ്പോഴത്തെ ദേശീയ ട്രാൻസ്പോർട്ട് യൂണിയൻ വൈസ് പ്രസിഡന്റ് കൂടിയായ KK ദിവാകരേട്ടൻ അവർകളെ വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ നമുക്ക് എത്തിച്ചേർന്ന അധ്യക്ഷൻ ഈ പാലപ്പറ്റയിലെ മഹത്തായ വ്യക്തി സാന്നിധ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയും നമുക്ക് അത്രയും വൈഭവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം വിക്ടോറിയ കോളേജിൽ പഠനത്തിന് ശേഷവും തൻ്റെ കുടുംബത്തെയും ഈ നാടിൻ്റെയും വാർഡിൻ്റെ മെമ്പറായി നിന്നുകൊണ്ടും ഈ നാടിൻ്റെ ഓരോ കുടുംബങ്ങളെയും മനസ്സ് തൊട്ടറിയുകയും അവരുടെ ജീവിത രീതി തൊട്ടറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് നമ്മുടെ PV കൃഷ്ണനുണ്ണി അല്ലെങ്കിൽ നമ്മുടെ കണ്ണേട്ടൻ. നമ്മുടെ സന്ദീപിനി സാധനാലയത്തിൻ്റെ ട്രസ്റ്റി കൂടിയാണ് ഇദ്ദേഹം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ആദ്യം കാലഘട്ടം മുതൽ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം പാലക്കാട് മാത്തൂർ പഞ്ചായത്ത്, അതിശ്രേഷ്ഠമായ മാത്തൂർ പഞ്ചായത്ത് നമുക്ക് ലോകത്തെല്ലാവർക്കും അറിയാം. സാർ എന്നും മേഡം എന്നും വിളിക്കാതെ അപേക്ഷാ ഫോറം പൂരിപ്പിക്കാൻ സാധിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. ലോകമെമ്പാടും അംഗീകരിച്ച ഒരു പഞ്ചായത്താണ് മാത്തൂർ പഞ്ചായത്ത്. ആ മാത്തൂർ പഞ്ചായത്തിൽ നമ്മുടെ കഴിഞ്ഞ തിരുവാതിരക്കളിക്കും അദ്ദേഹം നമ്മുടെ വേദിയിലുണ്ടായിരുന്നു. അന്നത്തെ ഉദ്ഘാടന വേദിയിലും PV അബ്ദുൽ ഖാദർ അവർകൾ അദ്ദേഹത്തെയും വിനയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമുക്കെല്ലാവർക്കും കഴിഞ്ഞ വേദിയിലും നമുക്കുണ്ടായിരുന്നു. അതായത് വേദിയിലല്ലെങ്കിലും നമ്മുടെ കൂടെ തന്നെ ഇരുന്ന വ്യക്തിയാണ് അജ്മൽ ഉസ്താദ്.
അജ്മൽ അൻസാരി മോളൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സുഹൃത്തുക്കളാണ് അജ്മാൻ. ഞാൻ എപ്പോഴും ഉസ്താദ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ആ ഉസ്താദിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് സുഹൃത്തുക്കളാണ്, ആശയങ്ങൾ പങ്കുവഹിക്കുന്നു, മതപരമായ ആചാര അനുഷ്ഠാനങ്ങളെ പങ്കുവഹിക്കുന്നു. അതുമാത്രമല്ല, മതഗ്രന്ഥങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ മദ്രസ പോലെ സ്കൂളുകളിലേക്കും അതുപോലെ നമ്മൾ ഇവിടെ വൈദിക പഠന കേന്ദ്രങ്ങളിലേക്കും എത്തിക്കുവാനുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ, സുരക്ഷിതമായ മനുഷ്യ നിർമ്മാണത്തിന് ഒരു പ്രധാനം കുറിക്കാനും കൂടി അദ്ദേഹം തയ്യാറെടുത്ത് അതുമായി ആശയം പങ്കുവെച്ചപ്പോൾ ഞങ്ങൾ വർഷങ്ങളായിട്ട് സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ഗവർണർ ഇവിടെ എത്തിയ സമയത്തും അദ്ദേഹം ഈ വേഷത്തിലല്ല, ഞാൻ ഇന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വേഷത്തിൽ കൂടി ഉസ്താദിൻ്റെ വേഷത്തിൽ കൂടി വരണം എന്ന് നിർബന്ധിച്ച് അദ്ദേഹത്തെ വേദിയിലിരുത്തണം. അപ്പോഴേ നമ്മുടെ സമൂഹത്തിലേക്ക് മനുഷ്യന് മാറ്റം വരാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് ഒരുപാട് കോലാഹലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള വേദികൾ സാംസ്കാരിക തലത്തിലേക്ക് ഉയർന്നു വരുമ്പോൾ, സമൂഹത്തിലേക്ക്, കാഴ്ചപ്പാടിലേക്ക് ഉയർന്നു വരുമ്പോൾ അത് ശ്രേഷ്ഠമാകും. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 1-ാം തീയതിയാണ് സ്കൂൾ ഉദ്ഘാടനത്തിന് ഞങ്ങളെല്ലാം പങ്കെടുത്തത്. അപ്പോൾ ഇത്തരത്തിൽ ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം സമൂഹത്തിൻ്റെ നേർവഴിക്കുള്ള മാർഗനിർദ്ദേശം കൊടുക്കാൻ സാധിക്കുന്ന അജ്മൽ ഉസ്താദ് അവർകളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല, നമുക്കെല്ലാവർക്കും അറിയാം ശിവേട്ടൻ ഈ വാർഡിൻ്റെ മെമ്പർ കൂടിയാണ്. മെമ്പർ അല്ലാത്ത കാലത്തും അദ്ദേഹം ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ചുറ്റുമുള്ള ഓരോ കാര്യങ്ങൾക്കും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് KK ദിവാരേട്ടൻ അദ്ദേഹം ഓർമ്മപ്പെടുന്നത്, അദ്ദേഹം MLA ആയിരുന്ന സമയത്ത് ഈ പഞ്ചായത്തിലേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്നത് KK ദിവാരേട്ടൻ അന്ന് MLA ആയിരിക്കുന്ന സമയത്താണെന്ന് കൂടി അദ്ദേഹം ശിവേട്ടനെ ഓർമ്മിപ്പിക്കുന്നു. ആ ശിവേട്ടനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് 2-ാം വാർഡ് മെമ്പറായിട്ടുള്ള പ്രിൻസി ചേച്ചി ഇപ്പോൾ അഡ്വക്കേറ്റ് കൂടിയാണ്. ഈ വാർഡിലെ 2-ാം വാർഡിലെ മെമ്പർ കൂടിയാണ്. പ്രിൻസി ചേച്ചിയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സുധീഷേട്ടൻ സേവന പ്രവർത്തനങ്ങളിൽ മുൻകൈ എടുത്തുകൊണ്ട് 3-ാം വാർഡിലെ മെമ്പറായി നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ആ സുധീഷേട്ടനെയും സേവാഭാരതിയുടെ ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ മാത്തൂർ പഞ്ചായത്തിലെ 3-ാം വാർഡ് മെമ്പറായി നിന്നുകൊണ്ടുള്ള സുധീഷേട്ടനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദിവസേന ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് ശ്രീനിവാസേട്ടൻ. കാരണം ദേശാഭിമാനി പത്രം ഇവിടെ നിത്യേന വരുന്നത് അദ്ദേഹം കൈകളിൽ തന്നുകൊണ്ടാണ്. അങ്ങനെ ദിവസേനയുള്ള ഒരു ബന്ധം നിലനിർത്തുന്ന 5-ാം വാർഡിലാണ് അദ്ദേഹം ഭരിക്കുന്നതെങ്കിലും ദിവസേന നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ശ്രീനിവാസൻ അവർകളെയും 5-ാം വാർഡ് മെമ്പറായിട്ടുള്ള ശ്രീനിവാസേട്ടനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് ഭാഗ്യം കിട്ടിയത് നമ്മുടെ സരിൻ അവർകൾ ഇവിടെ നമ്മുടെ വേദിയിൽ പങ്കെടുത്തതിന് ശേഷം ദേശാഭിമാനി നിത്യേന ഇവിടെ എത്തിച്ചേർന്നത് ശ്രീനിവാസേട്ടൻ്റെ കൈകളിലൂടെയും. അപ്പോൾ ഇത്തരത്തിലുള്ള മഹത്തായ വ്യക്തികളുടെ സാന്നിധ്യം നമുക്കുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്ന് 2 പേരെയും കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് ശിവദാസ് സ്വാമിമഠം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എൻ്റെ സഹോദരിയുടെ ഭർത്താവ് കൂടിയാണ്. അദ്ദേഹം ട്രൈബൽ ആക്ടിനെ കുറിച്ച്, അതായത് ആദിവാസി വിഭാഗങ്ങൾ ജീവിച്ചിരുന്ന ലോകത്തെക്കുറിച്ച് കൃത്യമായി 3 പുസ്തകങ്ങളോളം തയ്യാറാക്കി ലോകമെമ്പാടും ആദിവാസി സമൂഹം ജീവിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ സംസ്കാരം എങ്ങനെയാണ് എന്നെല്ലാം പുതുതലമുറയ്ക്ക് ഒരു പുസ്തകം രചിക്കുകയും ചെയ്ത ആളാണ്. അതേപോലെ തന്നെ ഒരുപാട് ഋഷീശ്വരന്മാർ പകർന്നു വെച്ച ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുയിസം എന്നുള്ള പേരിലേക്ക് അദ്ദേഹം തർജ്ജമ ചെയ്തുകൊണ്ട് അതിനെ ഒരു പുസ്തകമാക്കി ഒരുപാട് യൂണിവേഴ്സിറ്റികളിലേക്ക് അതിനെ എത്തിച്ച ഒരു മഹാവ്യക്തിത്വം കൂടിയാണ് ശിവദാസ് സ്വാമിമഠം എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഒറ്റപ്പാലം സ്വദേശിയാണ്, എൻ്റെ അളിയനും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുമാത്രമല്ല, നമുക്ക് ഇന്നലെയും നമ്മൾ പരിചയപ്പെട്ടു ശിവദാസ്, അത്താലൂർ ശിവദാസ് മേള വിദ്വാൻ കൂടിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സാന്ദീപിനി സാധനാലയത്തിൻ്റെ സാരഥി കൂടിയാണ്. ഇനിയെല്ലാം നമുക്കറിയാം, നമ്മുടെ ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെ സമുച്ചയങ്ങൾ പാലക്കാട് ജില്ലയിലെ ഏകീകരിച്ചു കൊണ്ടുവരാനും അതിൻ്റെ ശ്രേഷ്ഠ ആചാരങ്ങളെ നിലനിർത്തുവാനും വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് മലബാർ ദേവസ്വത്തിൻ്റെ ഏരിയ കമ്മിറ്റി ചെയർമാനായിട്ട് നിന്നുകൊണ്ടിരുന്ന ദണ്ഡപാണിയേട്ടൻ
എം ദണ്ഡപാണി അവர்களെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏരിയ കമ്മിറ്റി ചെയർമാനായ അദ്ദേഹം നമ്മുടെ കൂടെ തന്നെ സന്തത സഹചാരിയാണ്. ഓരോ പരിപാടികളും അറിയിക്കുമ്പോഴും ഞാൻ എപ്പോഴാണ് എത്തേണ്ടത് എന്ന് ചോദിക്കുന്ന വ്യക്തിയാണ്. എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് എന്നോട് പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി. അത് മാത്രമല്ല 8:30 യോഗം എന്ന് പറയുന്ന ഒരു കമ്മിറ്റി നമ്മൾ കഴിഞ്ഞ 3 വർഷമായിട്ട് അത് സംജാതമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി സാഹിത്യകാരന്മാരുടെ ഒരു വേദി ഒരുക്കിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം, അല്ലെങ്കിൽ അദ്ദേഹം മാഷാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും മാഷും ടീച്ചറുമാണ്. അത് മാത്രമല്ല ഒരു കലയെക്കുറിച്ച് ഇത്രയും പ്രാവീണ്യമായി പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വം നമ്മുടെ മുന്നിൽ അന്നാണ് ദണ്ഡപാണിയേട്ടനെ ഞാൻ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. അപ്പോൾ ആ ദണ്ഡപാണിയേട്ടനും ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ദണ്ഡപാണിയേട്ടനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്കറിയാം 8:30 യോഗം ചെയർമാൻ പാലക്കാട് ജില്ലയുടെ ഒരു പൈതൃകത്തെ വിവിധ രൂപത്തിൽ നമുക്ക് പല രീതിയിൽ പല പുരസ്കാരങ്ങൾ 11 പുരസ്കാരങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ 11 പുരസ്കാരങ്ങളെ ചിട്ടപ്പെടുത്തി അവർ എഴുതുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണോ എന്ന് ധരിപ്പിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് പത്മഗിരീഷ് എന്ന് പറയുന്ന പപ്പേട്ടൻ. ആ പപ്പേട്ടൻ 8:30 യോഗം ചെയർമാൻ കൂടിയാണ്. അപ്പോൾ ഇത്രയും അധികം ഗ്രന്ഥങ്ങൾ വായിച്ച ഒരു വ്യക്തി നമുക്ക് കാണാൻ പാലക്കാട് ജില്ലയിൽ കുറവാണ് എന്ന് തോന്നുന്നു. അത്രയും പുസ്തകങ്ങൾ എനിക്ക് തോന്നുന്നു നമ്മൾ പരിചയപ്പെട്ടതനുസരിച്ച് രാമായണം മുതൽ അദ്ദേഹം ഇന്ന് ആരെങ്കിലും പുസ്തകം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ പുസ്തകം വരെ വായിച്ച് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിൻ്റെ വായനാശീലം എന്ന് പറയുന്നത് രാത്രി 10:30 മണിക്ക് ശേഷം 2 മണിക്കുള്ളിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ അറിഞ്ഞ ഒരു വ്യക്തിത്വം. ആ പപ്പേട്ടനെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ ഭാഷണം കണ്ണേട്ടൻ 2 വാക്കിൽ പറയാമെന്നാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. ഉദ്ഘാടന ഭാഷണത്തിലേക്ക് പ്രഭാകരാനന്ദ സരസ്വതി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും നമ്മുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, പ്രത്യേകിച്ച് ധ്വജാരോഹണത്തിനാണ് ഇവിടെ എത്തിയിരുന്നത്. പക്ഷേ അന്നത്തെ ദിവസം അദ്ദേഹത്തിൻ്റെ യാത്ര കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഇവിടെ എത്താൻ സാധിച്ചില്ല. ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അധ്യക്ഷ ഭാഷണത്തിലേക്ക് 2 വാക്ക് പറയാൻ കണ്ണേട്ടനെ ഞാൻ നയിക്കേൽപ്പിക്കാം. വേദിയിലും സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാൻ അധ്യക്ഷ പ്രഭാഷണം ചെയ്യാതിരിക്കുന്നത്. എന്നിരുന്നാലും ഒരു വാക്ക് ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ എനിക്ക് തിരിച്ചറിവ് വരുന്ന കാലം ഒരു 1960 ശേഷമാണ്. അന്ന് തൊട്ട് 2006 വരെ ഈ ക്ഷേത്രം വല്ലാത്ത ഒരു ശോചനീയ അവസ്ഥയിലായിരുന്നു. നാട്ടുകാരും ദേവസ്വം ബോർഡും ആരും തന്നെ ശ്രദ്ധിക്കാതെ ഇടിഞ്ഞു പൊളിഞ്ഞ് നശിച്ചൊരു ക്ഷേത്രമായിരുന്നു. ബില്ല് വന്ന് 1970 ബില്ല് വന്നപ്പോൾ അല്പസ്വല്പ ആദായമുള്ളതും കൂടി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിൽ, ചമ്രവണം ദേവസ്വം ബോർഡിന് നഷ്ടമായി. അതിനുശേഷം ആരും തന്നെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുന്ന കാലത്ത് ഈ കൃഷി ഇവിടുത്തെ ചമ്രവണം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള കൃഷിക്കാരുടെ നിന്ന് ഞങ്ങൾ കുറച്ചാക്ക് നെല്ലും മറ്റുമൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് കാലങ്ങൾ ഞങ്ങളുടെ രക്ഷിതാക്കൾ എല്ലാവരും കൂടെ നടത്തിയ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ശാന്തി വരുമായിരുന്നു. അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ഈ ക്ഷേത്രങ്ങൾ വാതിൽ പോയി, മതിൽ പോയി, വല്ലാത്തൊരവസ്ഥ. ഒരു ക്ഷേത്രം ഒരിക്കലും ഇങ്ങനെ കിടക്കാൻ പാടില്ല എന്നുള്ളത് ഇന്നത്തെ കുട്ടിക്കാലത്ത് നമുക്കൊന്നും അറിയില്ല. എന്നിരുന്നാലും പിന്നീട് കുറച്ച് തിരിച്ചറിവ് വന്നപ്പോൾ 1-2 കമ്മിറ്റിക്കാരൊക്കെ കൂടിയിട്ടാണ് ഇതൊന്ന് പുനരുദ്ധാരണം ചെയ്യാമെന്നൊന്ന് വന്നതും. ഈ ഗോപാൽ സാറിൻ്റെ ഒരു പ്രഭാഷണം കേട്ടാൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ അയാളുടെ നിർദ്ദേശപ്രകാരം 2007 ഇത് തുടങ്ങിയത് പുനരുദ്ധാരണം. അന്ന് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ ക്ഷേത്രത്തിലും ഓരോരോ മരം ഒരാൾ വണ്ണം പിടിച്ചാൽ എത്താത്ത തരത്തിൽ മരങ്ങളടക്കം വളർന്ന് നശിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ പൈതൃകം ഇതേ നിലയ്ക്ക് നിലനിർത്തണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു വെച്ചാൽ ആ മരങ്ങൾ മാത്രം ഞങ്ങൾ മുറിച്ച് കഴിഞ്ഞ് അതിൻ്റെ മരങ്ങൾ കൊണ്ട് തന്നെ അതിൻ്റെ കേടുപാടുകൾ വന്ന കഴുക്കോലും പട്ടികയും എല്ലാം വെച്ച് അത് എന്നാണോ പണ്ട് കാരണവന്മാർ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ ആ ഒരു രൂപത്തിൽ തന്നെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിന് പുനരുദ്ധാരണം ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങളിവിടെ 2007 ഇതിൻ്റെ ഒരു കുംഭാഭിഷേകം മറ്റൊക്കെ ആയിട്ട് നടത്താൻ സാധിച്ചത്. അത് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു വല്ലാത്തൊരു പ്രശ്നം മനസ്സിലായത്. ശാന്തിക്ക് ആളെ കിട്ടാൻ വഴിയില്ല. കാരണം ഒരു ശാന്തിക്ക് ജീവിച്ചു പോകണമെങ്കിൽ ഒരു 10-20,000 രൂപയെങ്കിലും വേണം. ഈ ക്ഷേത്രത്തിൻ്റെ വരുമാനം കൊണ്ട് അവർക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ കൂടെ പറ്റാത്ത ഒരു ചുറ്റുപാടിലായിരുന്നു. അന്നാണ് ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് നമ്മളിപ്പോഴത്തെ ഡോക്ടർ സ്വാമി ചൈതന്യ ഞാൻ കുറച്ച് ദിവസം പൂജിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഏൽക്കുകയും
പിന്നീട് എന്താ പരിഹരിച്ച് നമ്മളിവിടുത്തെ നാനാവിധ ആൾക്കാരുടെ മക്കളെ ഒരുവിധം ജാതിമതം നോക്കാതെ അവരെ പൂജ പഠിപ്പിച്ചത് കൊണ്ടാണ് പിന്നീട് നമ്മൾക്ക് ഇവിടുന്ന് വല്ലാത്ത ഒരു പ്രയാസമില്ലാതെ നിത്യപൂജ നടത്താൻ കഴിയും. ചുറ്റുപാടുള്ള ചെറിയ ചെറിയ അമ്പലങ്ങൾക്കൊക്കെ ഇവിടുന്ന് പഠിച്ച് ശാന്തിക്കാരാണ് പോണത്. പിന്നെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിനെ പറ്റി ഒരു തീരുമാനമെടുത്ത് ഇവിടെ ഒരു ഉത്സവം ആയിട്ടൊരു ദിവസം ഉണ്ടാവില്ല. എല്ലാ ആഘോഷങ്ങളും എല്ലാ ദിവസങ്ങളും ഉത്സവം ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ കെട്ടുറപ്പ് വരെ ഈ ക്ഷേത്രം എത്തില്ല. കാരണം ഓരോ ഉത്സവം കഴിയുന്നവരും നമ്മൾ കാണാവുന്ന ചുറ്റുപാടുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു അടിതടി ഉണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക ഉത്സവം നമുക്ക് ഈ ക്ഷേത്രത്തിന് വേണ്ട. ഇത് നാട്ടുകാരൊരു ഒരു ജനകീയ ക്ഷേത്രമായി കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര കാലം ആ തരത്തിൽ നടന്നു. അതിന് ഏറ്റവും നല്ലോണം ചുക്കാൻ പിടിച്ചത് നമ്മുടെ ഡോക്ടർ ശ്യാംജി തന്നെയാണ്. അദ്ദേഹം വല്ലാതെ ഞങ്ങളൊക്കെ രക്ഷയെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങളുടെ ഒന്നും ഒരു അധ്വാനത്തിനകത്ത് ഒരു ശതമാനം പോലും ഈ വളർച്ചയ്ക്ക് അദ്ദേഹം ഇത് നല്ലോണം കൊണ്ടുപോകാൻ അതിന് ശക്തി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുൻ MLA ദിവാരേട്ടൻ വിഷയം. അടുത്തതായി പൈതൃക ജില്ല പാലക്കാടിന്റെ ഒരു വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് മുൻ കേരള നിയമസഭാ സാമാജികനും മുതിർന്ന CPIM നേതാവും പാലക്കാട്ടെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് പ്രവർത്തിച്ചിട്ടുള്ള ശ്രീമാൻ KK ദിവാകരൻ അവർകളാണ്. ഉദ്ഘാടനം നിർവഹിക്കാനായി അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. മറ്റ് വിശിഷ്ട സാന്നിധ്യങ്ങളും പങ്കാളികളാകുന്നു. പൈതൃക ജില്ല പാലക്കാടിന്റെ ഈ വെബ്സൈറ്റ് സർവം പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് ഫൗണ്ടർ ഹേമന്ത് ആൻഡ് കോ ഫൗണ്ടർ ഡിസ്ലിൻ ഇരുവരും ചേർന്നാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പൈതൃക ജില്ല എന്ന ഖ്യാതിയിലേക്ക് ഔദ്യോഗികമായി പാലക്കാടിനെ ഉയർത്തുന്നതിലൂടെ യുനെസ്കോയുടെ ശ്രദ്ധ നേടാനും രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണ പദ്ധതികളുടെ ആസ്ഥാന കേന്ദ്രമാകുവാനും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അടിസ്ഥാനപരമായ സാമ്പത്തിക ഭദ്രത കൈവരിക്കാനും സാധിക്കും. ആയതിനാൽ സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായ പാലക്കാട് പൈതൃക ജില്ല എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാനും മലയാളക്കരയുടെ അഭിമാനക്കൊടി പാറിക്കുവാനുമുള്ള ഒരു സുവർണ അവസരമായി ഇന്നത്തെ ഈ സാംസ്കാരിക വേദി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു കയ്യടിയോടുകൂടി ഈ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ഉദ്ഘാടന ഭാഷണത്തിനായി ശ്രീമാൻ KK ദിവാകരൻ അവർകളെ സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതനായ ശ്രീ സ്വാമിജി അവർ, ഇന്നിവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ശ്രീ NN കൃഷ്ണദാസ്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ ബാംഗ്ലൂർ അസുഖമായി കിടക്കുകയായിരുന്നു. അപ്പോൾ മിനിഞ്ഞാന്ന് പോയി, ഇന്ന് രാവിലെ തിരിച്ചു വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും അങ്ങോട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വരാൻ കഴിയാത്തത് എന്ന കാര്യം എന്നോട് ഇവിടെ പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ഏരിയ കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള ദേവസ്വം ചെയർമാനായിട്ടുള്ള ശ്രീ ദണ്ഡവാണി, ശ്രീ PV അബ്ദുൽ ഖാദർ, മാഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്താദ് അജ്മൽ അൻസാരി മുള്ളൂർ, 1-ാം വാർഡ് മെമ്പർ ശ്രീ ശിവൻ, അതുപോലെ തന്നെ 2-ാം വാർഡ്
മെമ്പർ അഡ്വക്കേറ്റ് പ്രിൻസി, 3-ാം വാർഡ് മെമ്പർ ശ്രീ സുധീഷ്, 4-ാം വാർഡ് മെമ്പറായുള്ള ശ്രീ ശ്രീനിവാസൻ, അതുപോലെ ശിവദാസ് സ്വാമി മഠം ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗം കൊണ്ട് നിങ്ങളെ ക്ഷീണിപ്പിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ, ഞാനിവിടെ MLA ആയിരിക്കുന്ന കാലത്തൊക്കെ നിരവധി പ്രാവശ്യം ഇവിടെ വന്ന ആളാണ്. ഇവിടെ വന്നപ്പോൾ എന്നിൽ ഉണ്ടാക്കിയൊരു സന്തോഷവും ഒരു ആഹ്ലാദവും, പലപ്പോഴും മതങ്ങൾ മനുഷ്യനെ പരസ്പരം, മതങ്ങളെല്ലാം സ്നേഹത്തിൻ്റേതാണ്. എല്ലാ മതമാണെങ്കിൽ സ്നേഹത്തിൻ്റെ മതമാണ്. സ്നേഹമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. പക്ഷെ പലപ്പോഴും അത് മറ്റ് ചില ഉപയോഗത്തിനായി സ്നേഹത്തെ ഉപയോഗിക്കുകയാണ്. വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ അതല്ല സ്ഥിതി. മതം ഏതായാലും ശരി, മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയാറുണ്ടല്ലോ. അതിനപ്പുറത്ത് എല്ലാ മതങ്ങളും ആഗ്രഹിക്കുന്നത് സ്നേഹം തന്നെയാണ്. മനുഷ്യനെ വളർത്തുകയാണ്, മനുഷ്യനെ കൂടുതൽ വളർത്തുകയാണ്. ആദ്യത്തെ മനുഷ്യൻ മൃഗവുമായിട്ട് യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ആദിമ ചരിത്രം, മനുഷ്യചരിത്രം എല്ലാം പഠിച്ചാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അതിൻ്റെ ക്രിസ്റ്റർ എന്ന് പറയുന്ന ആള് മനുഷ്യവംശത്തെക്കുറിച്ചുള്ള പുതിയ ചില പഠനങ്ങൾ ഇപ്പോൾ നടത്തി ഞാൻ വായിക്കുണ്ടായി. അതിലദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യ മനുഷ്യൻ ഈ മൃഗങ്ങളെ പോലെ തന്നെയാണ്. വസ്ത്രമില്ല, തലയൊക്കെ നീട്ടി ഇങ്ങനെ പോകുന്ന ഒരു ഇതാണ് ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയുന്നത്. അത് കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് മനുഷ്യൻ മറ്റ് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തായത്, വ്യത്യസ്തനായി അവൻ ചിന്തിക്കാനും നാളേക്കുള്ള ഭക്ഷണം ഇന്ന് തന്നെ ഉണ്ടാക്കിയാൽ എന്താ, ഇന്ന് തന്നെ സംഭരിച്ചാൽ എന്താ എന്ന് ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെ നാളേക്കുള്ള ഭക്ഷണം, അത് കഴിഞ്ഞ ആഴ്ചകൾക്ക്, മാസങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഭക്ഷണം കിട്ടാനുള്ള സാധ്യതകൾ, ആ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് അങ്ങനെ മനുഷ്യൻ പുതിയ ചിന്തകളിലേക്ക് വന്നു. മൃഗങ്ങൾക്കാവുന്നില്ലല്ലോ, പക്ഷെ മനുഷ്യൻ അതിന് വ്യത്യസ്തനായി മാറി. പ്രത്യേകിച്ചും ഒരു 5000 കൊല്ലങ്ങൾക്ക് ശേഷം, 5000 കൊല്ലമല്ല, ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യൻ ഓരോരുത്തരും ഓരോ പ്രദേശത്ത് ഉള്ള ചില വിശ്വാസങ്ങളുണ്ടാകും. വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു അഭിപ്രായം, മതങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അഭിപ്രായമാണ്. ആ അഭിപ്രായങ്ങൾക്ക് രൂപം കൊടുത്തു. അതെല്ലാം സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരെ സ്നേഹിക്കാൻ, മൃഗങ്ങളെ സ്നേഹിക്കാൻ, സഹജീവികളെ സ്നേഹിക്കാൻ, ഇതിനെല്ലാം ആണ് അത് നമ്മൾക്ക് പ്രചോദനം നൽകുന്നത്. പക്ഷെ പലപ്പോഴും അല്ലാതെ ആവുന്നുണ്ടെങ്കിലും, പക്ഷെ അതെല്ലാമായാലും ഇന്ന് ലോകത്തിൽ ഒരു മാതൃകയായിട്ടാണ് കേരളം നിൽക്കുന്നത് എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. വളരെ മാതൃകയായിട്ട്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഞാൻ പറയാം, അതെല്ലാ മേഖലയിലാണ്. ഇപ്പോൾ ആകെയുള്ള സാമ്പത്തിക വികസനം എടുത്ത് പരിശോധിച്ചോളൂ. സാമ്പത്തിക വികസനം എടുത്ത് പരിശോധിച്ചാൽ കേരളം ഒരു രാഷ്ട്രമാണെങ്കിൽ ആ രാഷ്ട്രത്തിൽ ഏഷ്യയിൽ 16ാമത്തെ രാജ്യമായി കേരളം പരിഗണിക്കും. 16ാമത്തെ രാജ്യവും കേരളം. ആ തരത്തിൽ വലിയ വികസനം ഉണ്ടായാൽ പോലെ, വികസനം ഇതിനേക്കാൾ കൂടുതലുണ്ട് കേട്ടോ UP-യിൽ, അതുപോലെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അവിടെ എന്താ വെച്ചാൽ ആ വികസനത്തിൻ്റെ നേട്ടമാരാ പോയി എന്നുള്ളതാണ്. പക്ഷെ അതല്ല, എല്ലാ ആൾക്കാരും പണ്ടുകാലം പോലെ കേരളീയരുടെ ഒരു സംസ്കാരവും സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. എത്ര ഉണ്ടെങ്കിലും അതെല്ലാം ഒരു തരത്തിൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള സംസ്കാരം, ആ സംസ്കാരം ഉണ്ടായിട്ടുണ്ട്. അതിന് പല ആൾക്കാരുടെയും സംഭാവനകളുണ്ട്. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ, ചട്ടമ്പി സ്വാമികൾ ഉൾപ്പെടെ, അതുപോലെ തന്നെ മറ്റ് പല മുസ്ലിം മതപണ്ഡിതന്മാർ, ക്രിസ്തീയ മതപണ്ഡിതന്മാർ, അവരുടെ ആരാധനാലയങ്ങൾ, ഇതെല്ലാം ശരിക്കും പഠിപ്പിച്ചത് ഇത്തരത്തിലുള്ള സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്.
അതിപ്പോഴും പലരും എന്ത് ശ്രമിച്ചാലും അതിപ്പോഴും കൈവിടാതെ ആ സ്നേഹം നിലനിർത്തുന്നു. അതുകൊണ്ടാണ് കേരളം ഈ തരത്തിലായത്. ഞാൻ ഒരിക്കലും ഒരു ദിവസം മലയാറ്റൂർ പള്ളിയിൽ പോകും. മലയാറ്റൂർ പള്ളിയിൽ എന്തായാലും എനിക്ക് അവരുടെ പരിപാടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മലയാറ്റൂർ പള്ളിയിൽ ഇതുവരെ കയറിയിട്ടില്ല, ഒന്ന് കയറിക്കളയാന്ന് വിചാരിച്ചു. മലയാറ്റൂർ പള്ളിയിൽ പോയപ്പോൾ അത് ഈ പള്ളിയിലെ ക്രിസ്ത്യാനികൾ മാത്രമൊന്നുമല്ല, ഹിന്ദുക്കൾ, അതുപോലെ മുസ്ലിങ്ങൾ, എല്ലാ ആൾക്കാരും ആ മലയാറ്റൂർ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. അതൊരു പ്രത്യേകതയാണ് ഞാൻ കണ്ടത്. ഇതുപോലെ പല സ്ഥലങ്ങൾ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലത്ത് ഞാൻ സഞ്ചരിക്കുന്ന ഒരാളായതുകൊണ്ട് ഇന്ത്യയിലത്തെ പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള അനുഭവങ്ങളുണ്ട്. ഹിമാലയത്തിൽ അതുണ്ട്. ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അവിടുത്തെ ശാന്തിക്കാരൻ കണ്ണൂക്കാരനായിട്ടുള്ള ഒരു നമ്പൂതിരിയാണ് ഹിമാലയത്തിൽ. റാവത്ത് അതെ, അത് കണ്ണൂക്കാരനാണ്. അങ്ങനെ നമ്മുടെ ശങ്കരാചാര്യരാണ് അത് അങ്ങനെ നിയോഗിച്ച് എന്നാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ ഇതിനെല്ലാം കൂടി സൗഹൃദത്തിൻ്റെതായുള്ള ഒരു അന്തരീക്ഷം നമുക്കുണ്ട്. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലൊരു കൾച്ചറുണ്ട്. ആ കൾച്ചർ പോയി കഴിഞ്ഞാൽ തിരുവിതാംകൂറിലും മലബാറിലും മധ്യ തിരുവിതാംകൂറിലും ഒക്കെ വേറൊരു കൾച്ചറുണ്ട്. അങ്ങനെ കൾച്ചർ ഓരോന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഓരോ വില്ലേജിലും പ്രത്യേകതകളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ഭിന്നിപ്പിക്കാനല്ല, ഒന്നിപ്പിക്കാനാണ് സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം അതായത് എനിക്ക് ഏറ്റവും ഇവിടുത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടായ സന്തോഷം എന്ന് വെച്ചാൽ ഇതെല്ലാം കൂട്ടി എല്ലാവരും യോജിപ്പിച്ചുകൊണ്ട് അങ്ങനെ മനുഷ്യൻ, ഞാൻ ഈ പറഞ്ഞ ആ സങ്കല്പത്തെ ശരിക്കും നെഞ്ചിലേറ്റിക്കൊണ്ട് മനസ്സിൽ അത് സൂക്ഷിച്ചുകൊണ്ട് ആണ് ഇത്തരത്തിൽ ഇവിടെ ഈ പരിപാടികളും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രസ്ഥാനവും മുന്നോട്ട് പോകുന്നത്. ഇത് അറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് നമുക്കൊരു മാതൃകയായിട്ട് ഇവിടുത്തെ ഈ ആ മാതൃക മറ്റ് സ്ഥലങ്ങളിലേക്കും ഇത് മാറണം. ഇങ്ങനെ കുറേ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ, ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ ഉണ്ട്. അതെല്ലാം ഉണ്ടെങ്കിലും അത് നമ്മൾ കൂടുതൽ മാതൃകയാക്കിയിട്ട് ഇത് ഉയർത്തണം, വളർത്തണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും ഇത്തരത്തിൽ ഇതിൽ ആവാൻ കഴിഞ്ഞതിൽ എല്ലാവരോടും എനിക്ക് എൻ്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും എൻ്റെ സ്നേഹ അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ്. ബഹുമാനപ്പെട്ട മാത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV അബ്ദുൽ ഖാദർ അവർകളെ സാദരം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയങ്കരനായ കൃഷ്ണൻ ഉണ്ണിയേട്ടൻ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രതിഷ്ഠാദിന ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട മുൻ MLA ദിവാകരേട്ടൻ അവർകൾ, അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും ദേവസ്വം ബോർഡിൻ്റെ പാലക്കാട് ജില്ലാ ചെയർമാനുമായ ദണ്ഡവാണി, അതേപോലെ തന്നെ നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഉസ്താദ് അജ്മൽ അൻസാരി, മെമ്പർമാരായ ശിവൻ, അതേപോലെ തന്നെ അഡ്വക്കേറ്റ് പ്രിൻസി, ഇതിലെല്ലാം ഉപരി നമ്മുടെ പ്രിയങ്കരനായ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ശാന്തി ഡോക്ടർ ശ്യാം പ്രസാദ് ഉൾപ്പെടെയുള്ള നല്ലവരായ നാട്ടുകാർ, നമ്മളെ സംബന്ധിച്ച്, മാത്തൂരിനെ സംബന്ധിച്ച് ഈ അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിലൊക്കെ നേരത്തെ നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുമാതിരി വളരെ ഗുരുതരമായുള്ള ഒരവസ്ഥയിൽ ശ്രദ്ധിക്കപ്പെടാൻ വഴിയില്ലാത്ത ഒരു സ്ഥിതിയിൽ, അല്ല അന്ന് കാലത്തെ ആ ചുറ്റുപാടും അതായിരുന്നതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്നുള്ളൊരു വസ്തുതയാണ്.
അതിനുശേഷം നമ്മുടെയൊക്കെ കാരണവന്മാർ ഇടപെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിന് ഒരു പുനർനിർമ്മാണത്തിന് ഉദ്ദേശിക്കുകയും ആ ചടങ്ങിൽ പ്രത്യേകിച്ച് തന്നെ മറ്റ് പൂജാ പരിപാടികളും മറ്റുള്ളതൊക്കെ നടത്തിക്കൊണ്ടുപോകാൻ നമ്മുടെയൊക്കെ സാമ്പത്തിക ശേഷി വളരെ മോശമായതുകൊണ്ട് ആ പ്രവർത്തനത്തിന് കൊണ്ടു നടക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നടത്താനും അതിൽ എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സഹിക്കാനും വേണ്ടി തയ്യാറായി വന്നതാണ് ഡോക്ടർ സാംജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അത് എക്കാലത്തും നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ സംബന്ധിച്ച് നമ്മുടെ പരിസരത്തെ സംബന്ധിച്ചുള്ള എല്ലാ ആളുകളും സ്മരിക്കപ്പെടുന്നതാണ്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ ശാന്തിയാവുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ നാടിനും പരിസരത്തിനും നമ്മുടെ അമ്പലത്തിനും ഒക്കെ ഒരു ഐശ്വര്യം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായി മുൻകാലങ്ങളിലൊക്കെ ഇവിടെ കർമ്മങ്ങളും മറ്റുള്ളതൊക്കെ ചെയ്യാൻ വന്ന ആളുകൾ അറിയപ്പെടാത്ത സ്ഥിതിയിൽ ഇന്നിപ്പോൾ നോക്കിയാൽ എവിടെ നിന്നാണെങ്കിലും പല ഭാഗങ്ങളിൽ നിന്നും തന്നെ ഇവിടെ വന്ന് ഈ ചടങ്ങുകൾ നിർവഹിക്കാൻ വേണ്ടി നമ്മുടെ ജില്ലയിൽ നിന്നും അല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തു നിന്നും ആളുകൾ വരാനുള്ള ഒരു സംവിധാനമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തന്നെ നാടിന് ഒരു ഐശ്വര്യവും ആ നാടിൻ്റെ ഒരു കെട്ടുറപ്പും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുമാതിരി ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവ രീതിയിലല്ല, എല്ലാവരെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവുമായി മുൻപോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് ഇതിന്നും നല്ല രീതിക്ക് നടന്നു പോകുന്നത് എന്നുള്ള ഒരു വസ്തുത കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട്, അതേപോലെ തന്നെ കൃഷ്ണൻ ഉണ്ണിയേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി ഈ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണമൊക്കെ നടത്തി അന്ന് നമ്മുടെ നാട്ടുകാരും നമ്മുടെയൊക്കെ കാരണന്മാർക്കൂടി തന്നെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ അമ്പലങ്ങളിലാണെങ്കിലും പള്ളികളിലാണെങ്കിലും അതിലൊരു ദിവസം ഒരു ഉത്സവം, അത് വേലയായിട്ടാണെങ്കിലും നേർച്ചയായിട്ടാണെങ്കിലും വഴിപാട് അങ്ങനെ ഉള്ള ഒരു പരിപാടി നമ്മുടെ എല്ലാ പരിസരത്തും, പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറഞ്ഞാൽ ഈ വേലകളിൻ്റെ നാടുകളാണ്. അപ്പോൾ ആ വേല നടക്കുന്ന ദിവസം, ഇപ്പോൾ വിഷു കഴിഞ്ഞാൽ കുറേ ദിവസം വിഷു വേലകൾ, അല്ലെങ്കിൽ അതിനു മുന്നേ ആണെങ്കിലും മറ്റുള്ള തരത്തിൽ, അല്ലെങ്കിൽ കുമ്മാട്ടികൾ, അങ്ങനെ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുക. പക്ഷെ അത് ഏത് നടക്കണ പരിസരത്തിലാണെങ്കിലും അന്ന് അവിടെ ഒരു അടിയോ തല്ലോ ഉണ്ടാവും, 4 കേസോ ഉണ്ടാവുന്ന സംഭവം നമ്മുടെ ഈ നാട്ടിലൊരു തുടർച്ചയാണ്. പക്ഷെ അതൊന്നും വേണ്ട, നമ്മൾക്ക് എന്നും ഉത്സവമാണ്, നമ്മുടെ ആളുകൾക്ക് എന്നും അതൊരു സന്തോഷപരമായ രീതിയിലായി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തതാണ് ഈ അഞ്ചുമൂർത്തിൻ്റെ ആ നിലനിൽപ്പിന് കൂടി നമ്മുടെ ആളുകളെടുത്ത ആ ഒരു തീരുമാനം ഇന്ന് നിലനിന്ന് പോകാൻ എന്നുള്ളതാണ് അതിലുള്ള ഒരു വസ്തുത. എന്തായാലും ഈ കാര്യത്തിൽ കുറിച്ച് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം നല്ല ഒരു രീതി, ഇപ്പോൾ എവിടെ പോയാലും നമ്മുടെ അഞ്ചുമൂർത്തി ക്ഷേത്രം ആണിക്കോട് എന്ന് പറഞ്ഞാൽ അത് അറിയപ്പെടുന്ന ഒരു രീതിയിലായി. ഇനി പ്രത്യേകിച്ച് നമ്മുടെ പൈതൃക ജില്ല കൂടി ആണിക്കോട് തന്നെ ഏറ്റെടുത്താൽ അത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള ഒരു സ്ഥിതിയായി മാറും എന്നുകൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും എല്ലാവരെയും കണ്ട് 2 വാക്ക് സംസാരിക്കാനും വേണ്ടി അവസരമുണ്ടാക്കി തന്ന ഇതിൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി സാർ അവിടുത്തെ വാക്കുകൾക്ക്. അടുത്തതായി ഒരു ധനസഹായം സമർപ്പിക്കലാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുന്ന കമലചേച്ചിയുടെ കുടുംബത്തിന് സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രീമാൻ PV കൃഷ്ണനുണ്ണി അവർകളും മുൻ MLA ശ്രീമാൻ KK ദിവാകരൻ അവർകളും ചേർന്ന് ധനസഹായം സമർപ്പിക്കുന്നു. അസുഖം വേഗം ഭേദപ്പെട്ട് സുഖകരമായ ഒരു ആരോഗ്യസ്ഥിതിയോടുകൂടി തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനകളോടെ അടുത്തതായി ആശംസാ ഭാഷണമാണ്. മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ M ദണ്ഡപാണി അവർകളെ സാദരം ക്ഷണിക്കുന്നു.
സാന്ദീപിനി സാധനാലയത്തിന്റെ സന്തത സഹചാരി കൂടിയാണ് അദ്ദേഹം. വളരെ സ്നേഹത്തോടു കൂടി ആശംസ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട ദിവാരേട്ടൻ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മളുടെ ഉദ്ദേശ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ മാത്തൂർ പഞ്ചായത്ത് പ്രസിഡൻറ്റും എൻ്റെ സഹോദരതുല്യനുമായ ശ്രീ പി വി അബ്ദുൽ ഖാദർ, ബഹുമാനപ്പെട്ട ഉസ്താദ്, അതേപോലെ എത്രയും ആദരണീയനായ മഹാമണ്ഡലേശ്വര പ്രഭാനന്ദ സ്വാമി അവർ, മറ്റ് വാർഡ് മെമ്പർമാർ, പ്രിയപ്പെട്ട ഈ ക്ഷേത്രത്തിൻ്റെയും പൈതൃക ഗ്രാമം നിർമ്മിക്കുന്നതിലും പ്രധാനമായി കപ്പിത്താനായി നിൽക്കുന്ന ഡോക്ടർ ശ്യാംജി, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്രുതി, കെട്ടരയോഗത്തിൻ്റെ ചെയർമാൻ ശ്രീ പത്മഗിരീഷ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട പപ്പേട്ട്, അങ്ങനെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. ഈ ചടങ്ങുകളിലൊക്കെ മിക്ക ചടങ്ങുകളിലും എനിക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായതിൽ വളരെയധികം സന്തോഷവും. ആദ്യം ദൈവത്തിൻ്റെ ആ 5 മൂർത്തികളെയും ഞാൻ പ്രണമിക്കുകയാണ് ഈ അവസരത്തിൽ. അതിനവസരം ഒരുക്കിയതും നേരത്തെ ഞാൻ ശ്യാംജിയും തമ്മിലുള്ള ബന്ധങ്ങളും പദവിയേക്കാൾ ഉപരിയുള്ള പരസ്പരമുള്ള ആശയവിനിമയങ്ങളുടെയും ആകത്തുകയായിട്ടാണ് ഞങ്ങൾക്കിതിലൊക്കെ ഒരുമിച്ച് നീങ്ങാൻ കഴിഞ്ഞത്. അഞ്ചുമൂർത്തി ക്ഷേത്രം ഇത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ഒപ്പം തന്നെ കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക കലയും അതേപോലെ പഠനവും അതേപോലെ ആത്മീയവുമായ കാര്യങ്ങൾ അനിക്കോടുന്ന ഗ്രാമത്തിൽ നടപ്പിലാക്കുന്നതിന് വളരെ ശ്രമകരമായ ഒരു ജോലിയാണ് ഇതിൻ്റെ ട്രസ്റ്റ് ഏറ്റെടുക്കുന്നത്. അതിൽ സത്യത്തിൽ ഒരു ഭക്തൻ എന്ന നിലയോ അല്ലെങ്കിൽ ഈ സമിതിയുടെ ഒരു ഭാഗവാക്കായ ഒരു വ്യക്തി എന്നുള്ളതിലോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയാണ്. 2 കാരണങ്ങളാണ് ഞാൻ മെയിനായിട്ട് കാണുന്നത്. കേരളത്തിൻ്റെ തനതായ സംസ്കാരം, ഭാരതത്തിൻ്റെ തനതായ സംസ്കാരം, ഇതൊക്കെ നമുക്കില്ലാതായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആ സംസ്കാരത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട് അതൊട്ടും തന്നെ അതിൻ്റെ തനിമ ചോരാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരൊക്കെ ശ്രമിക്കുന്നുവോ അതിനൊക്കെ എല്ലാ ദേവതകളും നമ്മളൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഒരു മകുടോദാഹരണമാണ് ഈ പൈതൃക ജില്ലയുടെ ആരംഭങ്ങൾ. ശ്രീ ഉദിച്ചതിൻ്റെ സപ്താഹത്തോടുകൂടി മഹാവിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങളും ഇവിടെ എടുത്തതായിട്ടുള്ള ദൃഷ്ടാന്തമാണ്. ഓരോ പരിപാടി വയ്ക്കുമ്പോഴും അതിന് ഉദ്ദേശത്തിനേക്കാൾ ഫലം ഈ പൈതൃക ജില്ലയ്ക്ക് കിട്ടുന്നു എന്നെടുത്ത് പറയേണ്ടത്. സ്വാഭാവികമായിട്ടും കുളവും നദിയും പുഴയും ഒക്കെ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സാക്ഷാൽ ഗംഗയെ ആരതിയോടുകൂടി നമ്മൾ വണങ്ങുന്ന, അതുപോലെ ആരതി നടത്തി നാം ഇവിടെ വരികയും അതിൽ പങ്കാളികളാവുകയൊക്കെ ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങാത്ത ആ അഗ്നിയെയും ജലത്തെയും ഒക്കെ നാം സാംശീകരിച്ചുകൊണ്ട് അതേ ആത്മീയ നിർവൃതിയോടുകൂടി പൂജാവിധികൾ കൂടി നാം സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകത കൂടി അതിലുണ്ട് എന്ന് നമ്മളെ അറിയിക്കുകയാണ്. ഒരുപാട് ആളുകൾ, ഒരുപാട് ഭക്തന്മാർ, ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തിൻ്റെ അല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ മഹാ ആരതി അവിടെ നവാമോദ ക്ഷേത്രത്തിൽ നടന്നു കഴിഞ്ഞു. എത്രയോ ആളുകൾക്ക് കാണാൻ പറ്റാതെയും ഒക്കെ പോയി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആ ഗംഗ തന്നെയാണ് ഇതിൽ കൂടെ ഒഴുകുന്നത് എന്ന് നാം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഒരു ദീപം നമ്മൾ അതിൽ സമർപ്പിക്കാൻ ഒഴിയാൻ തയ്യാറായാൽ സാക്ഷാൽ ഗംഗ നമ്മുടെ അടുത്തേക്ക് വന്നതിന് തുല്യമായിരിക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിനാണ് ഈ ആരതിയുടെ ആ സംസ്കാരം അല്ലെങ്കിൽ ആരതി ഒഴിയുന്നത് കൂടി ഈ പൈതൃക ജില്ലയ്ക്ക് സ്വന്തമായിട്ട് മാറുകയാണ് എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓരോരുത്തരുടെയും കൂട്ടായ ശ്രമത്തിലൂടെ
നാം കൊടുക്കുന്നത് എന്ത് എന്നുള്ളതിൻ്റെ രൂപമോ മൂല്യമോ അല്ല സ്ഥിതി. ആത്മസമർപ്പത്തോടുകൂടിയുള്ള ഈ പൈതൃക ഗ്രാമവും പൈതൃക ജില്ലയിലും നമുക്ക് ആക്കിത്തെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രവർത്തികൾ എത്ര കാലം ഉണ്ടാകുന്നുവോ അതൊക്കെ തീർച്ചയായിട്ടും എല്ലാ കാലവും സ്മരിക്കപ്പെടും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദിശങ്കരൻ്റെ ഓരോ വീട്ടിലും ആദിശങ്കരനെ എത്തിക്കുക എന്ന വിഭാവനം ഈ പൈതൃക ഗ്രാമം ഏറ്റെടുത്തത് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആദിശങ്കരനോളം വരില്ല ഒരാളും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള ആദിശങ്കരനെ ഓരോ വീട്ടിലും എത്തിക്കുന്നുള്ള ആ ഭാഗ്യവും ഈ സാന്ദീപിനിയുടെ ചുമതലക്കാരനായ ശ്രീ ഡോക്ടർ ശ്യാംജിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദിശങ്കരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, അഞ്ചുമൂർത്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഈ പൈതൃക ഗ്രാമത്തിനും ഇതിൻ്റെ പ്രവൃത്തിയെടുക്കുന്ന നേതൃത്വത്തിനും ഓരോ ആളുകൾക്കും, ഇവിടുത്തെ ഭക്തന്മാർക്കായാലും പഞ്ചായത്തിൻ്റെ ആയാലും എല്ലാവർക്കും നല്ലത് മാത്രം വരുവാനായി പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഗ്രാമപഞ്ചായത്ത് എൻ്റെ അടുത്ത സുഹൃത്തും സഹപാഠിയുമൊക്കെ ആയിട്ടുള്ള ആയതുകൊണ്ട് ഞാൻ പറയല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനകൾ ഇവിടേക്ക് നമുക്ക് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ സ്വാമിജിയുടെ എല്ലാവരും ഒക്കെ വേണ്ടപ്പെട്ട ആളുകളാണ്. അതേപോലെ ദിവാരേട്ടൻ്റെ ഓരോരുത്തരുടെയും ഈ സാന്നിധ്യം പങ്കെടുത്തിട്ടുള്ള റാവൽജി ഉൾപ്പെടെയുള്ള ആളുകളുടെ സാന്നിധ്യം കൊണ്ട് ഇതെന്നും സ്മരിക്കപ്പെടുന്നതിനും ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ ഈ പൈതൃക ജില്ല ആയിത്തീരുവാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി അവിടുത്തെ വാക്കുകൾക്ക്. അടുത്തതായി മറ്റൊരു ആശംസാ ഭാഷണമാണ്. മതപഠനത്തെ കേവലം അക്ഷരങ്ങൾക്ക് അപ്പുറത്ത് ജീവിതത്തിൻ്റെ ധാർമ്മികവും പ്രായോഗിക തലങ്ങളിലേക്കും സമീകരിച്ച മതപണ്ഡിതൻ ശ്രീ ഉസ്താദ് അജ്മൽ അൻസ്വരി മോളൂർ. അദ്ദേഹം ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് കൂടിയാണ്. വിവിധ മതങ്ങളുടെ ധാർമ്മികമായ വശങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വരും തലമുറയിലേക്ക് തൻ്റെ ആശയത്തെ വളരെ കൃത്യമായി അദ്ദേഹം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തെ സാന്ദീപിനിക്ക് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ PV കൃഷ്ണനുണ്ണി സാർ അവർകൾ, ഇതിൻ്റെ ഉദ്ഘാടകർ, വിശിഷ്ട സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ചവർ, എനിക്കേറെ പ്രിയപ്പെട്ട ശ്യാം സ്വാമിജി അവർകൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയം നിറഞ്ഞ സ്നേഹജനങ്ങളെ, ഈ വേദിയിൽ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ, ഞാനിവിടെ നേരത്തെ ആ ഒരു ഭാഗത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ 2 കുട്ടികൾ പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ ഒരു നോട്ടം. ഞാൻ അവരോട് പുഞ്ചിരിച്ചു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും നിറ പുഞ്ചിരിയോടുകൂടെ തന്നെയാണ് ഞാൻ ഈ ഒരു സദസ്സിലേക്ക് കടന്നു വന്നതും എന്നെ സ്വീകരിച്ചതും. സത്യത്തിൽ ഈ ഒരു ചിരിയും നമ്മുടെ ചേർന്ന് നിൽക്കലുമാണ് നമ്മുടെ ഭാരതം, വിശിഷ്യ നമ്മുടെ കേരളം എന്നൊക്കെ പറയുന്നത്. പ്രിയപ്പെട്ട ശ്യാം സ്വാമിജിയെ പാണക്കാട് കുടുംബം എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയാം, അതല്ലെങ്കിൽ കേട്ട ആളുകളുമായിരിക്കാം. പാണക്കാട് തങ്ങന്മാർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഞാൻ എൻ്റെ ചെറിയ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമിലേക്ക് ഒരു സ്വാമിജിയെ എനിക്ക് കിട്ടണം. എൻ്റെ വീട് പട്ടാമ്പിയാണ്. അപ്പോൾ ഈ ഭാഗത്തെ സ്വാമിജിമാരെ കൂടുതൽ എനിക്ക് അറിയുമായിരുന്നില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് സ്വാമിജിയുടെ നമ്പർ കിട്ടുന്നതും അങ്ങനെ സ്വാമിജിയോട് സംസാരിക്കുന്നതും പിന്നീട് ആ ഒരു സംസാരം നേരിൽ വന്നു കണ്ടുള്ള ഇരുത്തമായി, ഞങ്ങളുടെ ആശയ കൈമാറ്റങ്ങളായി. അതിലൂടെ ഇനിയൊരു കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്ന നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യകരമായ ഒരു കൂടിച്ചേരലുകൾക്കുള്ള നിമിഷങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ സാധ്യമായി എന്നുള്ളതാണ്. ഇതിലൂടെ നമ്മൾ ലക്ഷീകരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യത്തിൽ ഈ ഒരു സദസ്സിൽ പോലും ഞാൻ നിൽക്കുമ്പോൾ നമ്മുടെ ഇസ്ലാമിൻ്റെ ദർശനങ്ങളിൽ മഹാനായ ദൈവദൂതൻ
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു, വ്യത്യസ്ത ജനങ്ങളുണ്ടായിരുന്നു, വ്യത്യസ്ത ആശയങ്ങളെ, വ്യത്യസ്ത ദൈവങ്ങളെ ആരാധിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, മദീന എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും അറിയുന്ന ഒരു നാടാണ്. എല്ലാവരും ഇസ്ലാമിൻ്റെ വളരെ വിശിഷ്ടമാക്കപ്പെട്ട ഒരു നാടായി വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു നാടാണ് മദീന എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ദൈവദൂതൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു നാടാണ് മദീന എന്ന് പറയുന്നത്. എന്നാൽ ആ മദീനയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി പ്രഖ്യാപിച്ച ഒരു മദീന കരാറുണ്ട്. ആ മദീന കരാറിൽ പറയുന്നത് എല്ലാ മനുഷ്യന്മാർക്കും അവരുടേതായ ആശയങ്ങളും ആദർശങ്ങളും ദൈവങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ട് അവിടുന്ന് മദീന പള്ളി നിർമ്മിച്ചു. ആ മദീന പള്ളിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശിഷ്ടിച്ചത്, അതിനെ വിശേഷിപ്പിച്ചത്, ഈ പള്ളി ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇത് ഈ നാടിൻ്റെ ഒരു ഒത്തുചേരാനുള്ള ഒരു ഇടമാണ്. ഈ നാട്ടിലെ എല്ലാവർക്കും അവരുടെ ആശയങ്ങൾ വന്ന് പറയാനും അവരുടെ ആഗ്രഹങ്ങൾ വന്ന് പറയാനും അവരുടെ വേവലാതികൾ വന്ന് പറയാനും അവരുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര കേന്ദ്രമായിട്ടാണ് ഈ ഒരു ഇടമെന്ന് അതിനന്ന് പേരിട്ടത് മദീന കരാർ എന്നാണ്. അത് ലോക ചരിത്രം എടുത്തു നോക്കുമ്പോൾ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ ഞാനും എൻ്റെ നാടും എൻ്റെ കുട്ടിക്കാലവും എല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളോട് ചേർന്ന് കിടക്കുന്ന ഒരു നാടായിരുന്നു. കൊപ്പം കുറച്ചപ്പുറം ഉൾപ്രദേശമായതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരുമെല്ലാം ഒന്നിച്ചൊന്നായി വാണിരുന്ന ഒരു നാടായിരുന്നു എൻ്റെ കുട്ടിക്കാലം, എൻ്റെ ഉമ്മയുടെ വീട്, അതല്ലെങ്കിൽ അമ്മയുടെ വീട് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ പഠിച്ച് വളർന്ന് എനിക്കൊരു വയസ്സാകുമ്പോൾ എൻ്റെ ഉമ്മയും ഉപ്പയും ഒരു മതസ്ഥാപനത്തിൽ എന്നെ കൊടുന്നാക്കി. ആ മതസ്ഥാപനത്തിൽ കൊടുന്നാക്കിയപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ആ കുട്ടിക്കാലത്ത് ജീവിച്ചിരുന്ന മറ്റു മതസ്ഥരോടൊപ്പം ഈ മഗ്‌രിബിൻ്റെ സമയമെന്ന് പറയും, അതല്ലെങ്കിൽ സന്ധ്യാസമയം എന്ന് പറയും, അവിടുന്ന് എൻ്റെ ഉമ്മൻ്റെ വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ദീപം തെളിച്ച ഒരു വീടാണ് കാണാൻ സാധിച്ചിരുന്നത്. ഞങ്ങൾ ഇപ്പുറം മഗ്‌രിബ് നമസ്കരിക്കുമ്പോൾ അപ്പുറത്ത് ദീപത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചിരുന്നു. അങ്ങനെയുള്ള ആ ഒരു നാടിനെ കുറിച്ച് ഞാനിങ്ങനെ പഠിച്ച് വന്നപ്പോൾ ഈ ലോകത്തിൻ്റെ ഞങ്ങളെല്ലാം നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ്. ലോകത്ത് ആദ്യമായി പ്രഖ്യാപിച്ച മദീന കരാറിൽ വളരെ ശ്രദ്ധേയമായ ശീർഷകങ്ങൾ ഈ മതങ്ങൾക്ക് പ്രത്യേകമാക്കി കൊടുത്തു എന്നുള്ളതും നമ്മളെല്ലാവരും ഇങ്ങനെ ചേർന്ന് നിൽക്കണം എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, അതിന് പറ്റിയ ഒരു ഇടമല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടെ തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എങ്കിലും ഇവിടെ വന്നു ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ ഇവിടെ വരാൻ എനിക്ക് സാധ്യമായി. അതെല്ലാം നമ്മോട് പറയുന്നത് നമ്മുടെ പരിസരങ്ങളിൽ മറ്റെന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മതമെന്ന് പറയുന്നത് അത് മനുഷ്യനാണ്. മനുഷ്യനെ ചേർത്ത് പിടിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ മതം അവിടെ ഉണർന്നു വരുന്നത്, മതം അവിടെ പുലരുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ അനുചരന്മാർ ചോദിക്കുന്നുണ്ട്, എന്താണ് മതം എന്നുള്ളത്. ആ മതം എന്നുള്ളതിൻ്റെ വിവക്ഷയായിക്കൊണ്ട് നബി പഠിപ്പിക്കുന്നത് ഇസ്ലാം മതത്തിൽ ഒരുപാട് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, വ്രതാനുഷ്ഠാനമുണ്ട്, അതല്ലെങ്കിൽ ജനങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മതം എന്ന് പറയുന്നത് അത് ഹുസ്നുൽ ഖുൽഖ് എന്ന അറബിയിൽ പദമുണ്ട്. ഹുസ്നുൽ ഖുൽഖ് എന്ന് പറഞ്ഞാൽ സൽസ്വഭാവം എന്നാണ്. ഒരു മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ എന്ത് എന്നുള്ളത് എൻ്റെ സംസാരത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ സമീപനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇങ്ങനെ ഓരോ മനുഷ്യനും മറ്റൊരു മനുഷ്യനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്നേഹവും സൗഹാർദ്ദവും ഈ ഒരു പങ്കുചേരലും ഈ കൂടിയിരുത്തലുമെല്ലാമാണ് നമ്മുടെ മതമെന്ന് പറയുന്നത്. ഇവിടുത്തെ അഞ്ചുമൂർത്തി ക്ഷേത്രമാവട്ടെ, നമ്മുടെ എല്ലാം ദൈവങ്ങളാവട്ടെ, ദൈവം ഇത്തരത്തിൽ എല്ലാ വൈവിധ്യങ്ങളോടുകൂടെയും നമ്മെ പടക്കപ്പെട്ടിട്ടുള്ളത് വ്യത്യസ്തങ്ങളായ മതങ്ങളെ കൊണ്ട്, വ്യത്യസ്ത ആചാരങ്ങളിലൂടെ നമ്മെ പടക്കപ്പെട്ടിട്ടുള്ളത് നമ്മളെല്ലാവരും ഒന്നായി ചേരാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ എങ്ങനെ മാറി 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 നിൽക്കാനുള്ള ഒരു കാര്യമല്ല. എല്ലാവരും ഒന്നായി ചേർന്ന് നിൽക്കുന്ന ആ ഒരു സന്തോഷവും ആ ഒരു സുഖവും മനസ്സംതൃപ്തിയുമെല്ലാം അത് നമ്മൾ അങ്ങനെ ചേർന്ന് നിൽക്കണം. അത് നമ്മളിങ്ങനെ വിദൂരത്ത് നിന്ന് നോക്കുമ്പോൾ ഒരിക്കലും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒന്നല്ല. അതിനാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ഉദാഹരണം തന്നെ പറഞ്ഞത്. എല്ലാവരും കൂടി ചേർന്നിരുന്ന ആ ഒരു നിമിഷങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിന് വല്ലാതെ ഉണർവേകുന്ന നിമിഷങ്ങളാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു. ആ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ എനർജിയിൽ നിന്നാണ് ഇന്നും ഞാൻ എൻ്റെ സഹപാഠികളായ രതീഷിനെയും സതീഷിനെയും അവരുടെ അമ്മയെയും എല്ലാ വർഷവും പോയി കാണാറുള്ളത്. അവരെല്ലാ വർഷവും എൻ്റെ വീട്ടിലേക്ക് സമ്മാനവുമായി വരാറുള്ളത്. ഇങ്ങനെ നമുക്കെല്ലാവർക്കും സാധ്യമാകും നമ്മുടെ കുടുങ്ങിയ ചിന്തകൾ, ഇടുങ്ങിയ നമ്മുടെ മനസ്സുകളെ ഒന്ന് വിടർത്തി പിടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ ഒരു സുഖത്തിലൂടെ ജീവിക്കാൻ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ, സംരംഭങ്ങൾ നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ ഒരു അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ കഴിഞ്ഞ ഒരുപാട് ചരിത്രങ്ങളും ഗതകാല വിസ്മയങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞു. ഒരു സ്വാമിജി ഇവിടെ വന്നപ്പോൾ അതിനുണ്ടായ ആ ഒരു മാറ്റങ്ങൾ ഇവിടെ പറഞ്ഞു. ആ ഒരു മാറ്റങ്ങൾക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വിശാലതയാണ്. അദ്ദേഹം മതങ്ങൾ പഠിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ അർത്ഥഗർഭമായ വാക്കുകളാണ്, വരികളാണ്, ശ്ലോകങ്ങളാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഇത്തരത്തിലുള്ള സദസ്സുകൾ പടുത്തുയർത്താൻ സാധ്യമായിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. ഈ നാട് ചേർന്ന് നിൽക്കണം. നമ്മൾ ഓരോരുത്തരും ഈ നാട്ടിൻ്റെ വിഭവങ്ങളാണ്. നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള കുട്ടികൾ അവരിത് കണ്ടു പഠിക്കണം. അവർ ചേർന്ന് നിൽക്കണം, ചേർന്നിരിക്കണം, ചേർന്ന് സംസാരിക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തം അയൽപ്പക്കത്ത് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത സാഹചര്യങ്ങളാണ്. സ്വന്തം അമ്മയെ കൊല്ലുന്ന, സ്വന്തം അച്ഛനെ കൊല്ലുന്ന, അതല്ലെങ്കിൽ സ്വന്തം കാമുകന് വേണ്ടി മക്കളെ കൊല്ലുന്ന കാലഘട്ടമാണ്. ഇവിടെ മനുഷ്യത്വത്തിനെ പ്രാധാന്യമുള്ളൂ. ഇവിടെ പ്രാധാന്യമുള്ളത് അത് മനുഷ്യത്വത്തിനാണ്. നമ്മളിങ്ങനെ വേർതിരിഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചത് കൊണ്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ ആശയങ്ങൾ ഒരു സെമിനാറുകളായി പങ്കുവെച്ചത് കൊണ്ടോ കാര്യമില്ല. നമ്മുടെ ചേർത്തിരിപ്പുകൾക്ക് വളരെ അത്യാവശ്യമായ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്കിവിടെ വരാനും ഇത്രമേൽ സ്വാതന്ത്ര്യത്തോടുകൂടെ സംസാരിക്കാനും വളരെ സ്നേഹത്തോടുകൂടെ സ്വീകരിക്കുകയും എന്നെ സ്വാഗതം ചെയ്യുകയും ചെയ്ത ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, വിശിഷ്യ എൻ്റെ പ്രിയപ്പെട്ട സ്വാമിജി അവരുകളെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് നന്ദി ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മനുഷ്യ സ്നേഹത്തെ മതമാക്കിയ സന്ദേശത്തെ ഞങ്ങൾക്ക് വാരി വിതറിയതിന് നന്ദി ഉസ്താദ്, അങ്ങയുടെ വാക്കുകൾക്ക്. അടുത്തതായി ഒരു അനുഗ്രഹ ഭാഷണമാണ്. ദക്ഷിണേന്ത്യയിലെ പ്രഥമ മഹാമണ്ഡലേശ്വർ മിനി ശബരിമല മങ്കര മഠാധിപതിയായ പൂജ്യ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതിയുടെ വാക്കുകളിലേക്ക് സ്വാമിജി. നമസ്സഭാഭ്യ സഭാപതിഭ്യശ്ചവോ നമോ നമഃ. പുണ്യാത്മാക്കളെ, ജാതിക്കും മതത്തിനും കുലത്തിനും ഗോത്രത്തിനും കുടുംബത്തിനും വർഗത്തിനും വർണ്ണത്തിനും അപ്പുറമാണ് മനുഷ്യജീവിതം എന്നതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഡോക്ടർ ശ്യാംജി. ധർമ്മരക്ഷ എന്ന പ്രധാന കർത്തവ്യത്തിൻ്റെ ഭാഗമായി ഒരു വ്യത്യാസവുമില്ലാതെ
ആധ്യാത്മികതയുടെ വിത്തുകൾ എല്ലാവർക്കും വിതറുന്നു. രാഷ്ട്രത്തെ രക്ഷിക്കുക എന്ന കർത്തവ്യത്തിൻ്റെ ഭാഗമായി അനേകം ചടങ്ങുകൾ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും നടത്തി വരുന്നു. ധർമ്മം ഉണ്ടെങ്കിലേ ജീവരാശികൾക്ക് നിലനിൽക്കാൻ സാധിക്കൂ. ജീവരാശികൾ വളരണമെങ്കിൽ അതിന് രാഷ്ട്രം വേണം. ഭാരതം എന്ന മഹത്തായ രാഷ്ട്രം ഉള്ളതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ളതായ ജീവരാശികൾക്കും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും ഭക്തിയോടുകൂടിയും സമർപ്പണത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും ഒരു കെട്ടായി ജീവിക്കാൻ സാധിക്കുന്നത്. എല്ലാ ജീവരാശികളെയും ഒരു കെട്ടായി കാണുക എന്നതാണ് ഭൂമി സംരക്ഷണത്തിൻ്റെ ഭാഗം. പ്രകൃതിയെ സ്നേഹിച്ചാലല്ലേ അത് സാധിക്കൂ. പ്രകൃതിയുടെ സ്നേഹം, പ്രകൃതിയെ ബഹുമാനിക്കുക, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതി സംരക്ഷണമാണ് ഇവിടെ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകളും ഇവിടുത്തെ ആരതിയും അതുപോലെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്നതായ വേദമന്ത്രങ്ങളും. പ്രകൃതി ഇല്ലെങ്കിൽ ഒരു ജീവരാശിക്കും നിലനിൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സാന്ദീപനി സാധനാലയം ഇന്ന് പാലക്കാട് ജില്ലയുടെ മാത്രം പൈതൃകം ലോകത്തിന് മുൻപിലേക്ക് എത്തിച്ചു. ഇതുപോലെ 14 ജില്ലകളിലെയും പൈതൃകം ലോകത്തിന് മുൻപിലേക്ക് എത്തിക്കുവാൻ ഭാരത സംസ്കാരത്തിൻ്റെ അടിത്തറയായ പരശുരാമ ക്ഷേത്രമായ കേരളത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ ആചാര്യശ്രേഷ്ഠനായ അദ്വൈത ദർശനത്തിൻ്റെ ആചാര്യശ്രേഷ്ഠൻ മലയാളിയാണ്. AD 788 മുതൽ 820 വരെ കേവലം 32 വയസ്സുകൾക്കുള്ളിൽ ലോകത്തെ കീഴടക്കി. അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളെയാണ് ഇന്ന് ഓരോ വീടുകളിലേക്കും എത്തിക്കുവാൻ കഠിനമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1-2 ജന്മത്തിൽ സാധിക്കാത്തത്ര കാര്യങ്ങൾ ഈ ചെറുപ്രായത്തിൽ ഡോക്ടർ ശ്യാംജി നടത്തിക്കഴിഞ്ഞു എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് സാന്ദീപനി സാധനാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തൻ മൻ ധൻ സേ സന്യാസി സഭയുടെ പരിപൂർണമായ കടാക്ഷം ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് ദിവാകരനെ ഒന്ന് കാണുന്നത്. മേനോൻ ചേട്ടനുള്ള സമയത്ത് കണ്ടതാണ്. ഞങ്ങൾ തമ്മിൽ വളരെ ക്ലോസ് പരിചയമാണ്. അദ്ദേഹത്തിന് എന്നെ ആദ്യം മനസ്സിലായില്ലായിരുന്നു. ഈ വേദിയിൽ ഇത്രയും മഹത്തായ ശ്രേഷ്ഠന്മാർ ഒന്നിച്ചണിനിരുന്നുകൊണ്ട് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ കഠിനമായ പരിശ്രമം നടത്തുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ധർമ്മരക്ഷയും രാഷ്ട്രരക്ഷയും ഈ ഭൂമിയുടെ സ്വത്തുക്കളെ സംരക്ഷിക്കലും ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യമാണ്. ധർമ്മരക്ഷ, രാഷ്ട്രരക്ഷ, അതോടൊപ്പം നമ്മുടെ സമ്പത്ത്, നമ്മുടെ ഭൂമി, നമ്മുടെ സ്വത്ത് നമ്മൾ സംരക്ഷിക്കണം. ഇതിന് പരിപൂർണമായ വിജയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും മംഗളം. സ്വാമിജി അവിടുത്തെ അനുഗ്രഹവാണികൾക്ക്. അടുത്തതായി വേദിയിൽ ഒരു സമാദരവാണ്. സ്വാമിജി പ്രഭാഷണത്തിൽ നിന്നും ആ ഒരു തുടർച്ചയായിട്ട് മാറ്റട്ടെ. പുഴ ധ്യാനിച്ചു നിൽക്കുന്ന, പ്രകൃതി പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരിടം, ഇത് കാലാതീതമായ ശാന്തിയുടെ ഇരിപ്പിടം എന്നാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തെയും ഈ പരിസരത്തു കൂടി ഒഴുകുന്ന ഭാരതപ്പുഴയെയും കുറിച്ചൊരു മഹാത്മാവ് ഇവിടെ കോറിവെച്ചത്. ഇതിവിടെ ഉദ്ധരിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യന്റെ ഭിന്നിപ്പ് കുറച്ച് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു സമരസത പൂർത്തീകരിക്കാൻ ഉള്ളതാണ് എന്നറിയിക്കട്ടെ. ഇന്ന് ഈ വേദിയിൽ ഇതിനെ അന്വർത്ഥമാക്കുന്ന ഒരു സമാദരമാണ്. അതിനുവേണ്ടി ഭക്തിയുടെ പരകോടിയിൽ എത്തിച്ചേർന്ന വിവിധ ക്ഷേത്രങ്ങളിലെ കോമരങ്ങളെ ആദരിക്കുകയാണ്. പാരമ്പര്യത്തെയും പൈതൃകത്തെയും നിലനിർത്തുവാൻ അവരുടെ തപസ്സും സമാജത്തിലുള്ള സേവയും മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമാദരവ് സാന്ദീപനി സമർപ്പിക്കുന്നത്. കേരളത്തിലെ കാവുകളായും ദേവീക്ഷേത്രങ്ങളുമായും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഭഗവതിയുടെ പ്രതിപുരുഷൻ എന്നറിയപ്പെടുന്ന വിവിധ ക്ഷേത്രങ്ങളിലെ കോമരങ്ങളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വെളിച്ചം നൽകുന്നവർ എന്നാണ് വെളിച്ചപ്പാടിൻ്റെ അർത്ഥം തന്നെ. അതുകൊണ്ട് ഈ മഹാത്മാക്കളെ നമുക്ക് സാന്ദീപനിക്ക് വേണ്ടി, പൈതൃക ജില്ല പാലക്കാടിന് വേണ്ടി ഇവിടെ ആദരിക്കാം. ആദ്യമായിട്ട് ഈ സമാദരവ് സമർപ്പിക്കുന്നത് സംപൂജ്യ സ്വാമിജിയും ശ്രീമാൻ KK ദിവാകരൻ അവർകളും
മറ്റു ശ്രേഷ്ഠ സാന്നിധ്യങ്ങളും ചേർന്നാണ്. ആദ്യമായി കല്യാണി വെള്ളയാങ്കാട് പാലപ്പൊറ്റ, ശ്രീ കല്യാണി വെള്ളയാങ്കാട് പാലപ്പൊറ്റ വളരെ ആദരപൂർവം സാന്ദീപനി സാധനാലയത്തിന് വേണ്ടി പൈതൃക ജില്ലാ പാലക്കാടിന് വേണ്ടി വേദിയിലേക്ക് കോമരത്തെ സാദരം ക്ഷണിക്കുകയാണ്. നല്ലൊരു കയ്യടിയോടുകൂടി ഈ സമാദരവ് നമുക്ക് സമർപ്പിക്കാം. അടുത്തതായി ശ്രീ ശകുന്തള കള്ളാടിക്കുന്നം പാലപ്പൊറ്റ, ശ്രീ ശകുന്തള കള്ളാടിക്കുന്നം പാലപ്പൊറ്റ. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്കിവരെ സമാദരിക്കാം. പ്രകൃതിയും മനുഷ്യനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഇവരുടെ അനുഗ്രഹം ഇന്ന് നമുക്കേവർക്കും അത്യന്താപേക്ഷിതമാണ്. അടുത്തതായി ശ്രീ രാജേഷ് മലമ്പുഴ, ശ്രീ രാജേഷ് മലമ്പുഴ. പ്രാർത്ഥനയോടുകൂടി നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഇവരെ സമാദരിക്കാം. സംപൂജ്യ സ്വാമിജിയും ശ്രീ കെ ദിവാകരൻ അവർകളും ചേർന്ന് പൊന്നാടി അണിയിച്ച് ഈ കോമരങ്ങളെ സ്വീകരിക്കുന്നു. നല്ലൊരു കയ്യടി കൊടുക്കൂ. അന്യം നിന്ന് പോകുന്ന കാവു സംസ്കാരങ്ങളുടെ പുണ്യത്തെ നിലനിർത്തുന്ന കോമരങ്ങളെ സാന്ദീപനി സാധനാലയം അരങ്ങത്തെത്തിച്ചിരിക്കുകയാണ്. അടുത്തതായി ശ്രീ സനൂപ് കൊടുവായൂർ തേൻകുറിശി, ശ്രീ സനൂപ് കൊടുവായൂർ തേൻകുറിശി. നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ ആദരവ് അവർക്ക് സമർപ്പിക്കാം. പൈതൃക ജില്ലാ പാലക്കാട് സാന്ദീപനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിവിധ ക്ഷേത്രങ്ങളിലെ ഭഗവതി കാവുകളിലെ കോമരങ്ങളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ സമാദരവ് ദർശിക്കാം. പൈതൃക ജില്ലാ പാലക്കാടിന്റെ ഗൃഹേ ഗൃഹേ ആചാര്യ ദർശനം എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ബാലശങ്കര വിഗ്രഹം മലബാർ ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ എം ദണ്ഡമാണി അവർകൾ നമ്മുടെ ഉദ്ഘാടകനായ ശ്രീ കെ ദിവാകരൻ അവർക്ക് സമർപ്പിക്കുകയാണ്. ഹര ഹര ശങ്കര ജയ ജയ ശങ്കര, ഹര ഹര ശങ്കര, ഹയ ഹര ശങ്കര, ഹര ഹര ശങ്കര. നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ കെ ദിവാകരൻ അവർക്ക് ഈ സാംസ്കാരിക വേദിയിൽ നിന്നും ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട വ്യക്തികളെ, നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ദിനവാർഷികവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ സാംസ്കാരിക സദസ്സിനെക്കുറിച്ച്, അമ്പലത്തെക്കുറിച്ചും എൻ്റെ മുൻപ് പ്രസംഗിച്ച പ്രമുഖ വ്യക്തികൾ വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നാൽ കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഈ ക്ഷേത്രം നേരത്തെ നമ്മുടെ അധ്യക്ഷ പ്രസംഗത്തിൽ കൃഷ്ണുണ്ണിയേട്ടൻ പറഞ്ഞതുപോലെ വളരെ ദയനീയമായി കിടന്ന ഈ ക്ഷേത്രം ഇന്ന് ഈ നിലയിൽ എത്തിക്കാൻ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ശ്യാം ചൈതന്യ എന്ന് പറയുന്ന സ്വാമി. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷേത്രം ഇന്ന് പാലക്കാട് ജില്ലയിൽ മാത്രമല്ല കേരള സംസ്ഥാനത്തിൽ പോലും അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി മാറിക്കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്ത ഈ ഭരണ ട്രസ്റ്റ് ഭാരവാഹികളെയും അതിന് നേതൃത്വം കൊടുത്തുള്ള നമ്മുടെ ചൈതന്യ സ്വാമി അവിടെയും എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അടുത്തതായി എട്ടരയോഗം ചെയർമാനും ജന്മഭൂമി സീനിയർ ചീഫ് എഡിറ്ററുമായ ശ്രീ പത്മഗിരീഷ് അവർകളെ ക്ഷണിക്കുന്നു. ആദരണീയ അധ്യക്ഷൻ, സുഹൃത്തുക്കളെ, ആശംസാ പ്രസംഗമല്ല, ഇക്കാര്യം പരിപാടികൾ റെഡിയായി നിൽക്കുന്നുണ്ട്. തിരുവാതിരക്കളിക്ക് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മൾ പാലക്കാട് ജില്ലയുടെ സാന്ദീപനി സാധനാലയം
ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്ന പൈതൃക ജില്ല എന്ന ഒരു മഹത്തായ ഒരു കാഴ്ചപ്പാട്, അതിനെക്കുറിച്ച് ആ ഒരു വ്യക്തമായ ഒരു എന്താ പറയുക ഒരു പൈതൃകം എന്താണ്, പാലക്കാടിൻ്റെ പൈതൃകം, കേരളത്തിൻ്റെ പൈതൃകം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു അവബോധം നൽകുവാനുള്ള, ഒരു കാഴ്ചപ്പാട് നൽകുവാനുള്ള വലിയൊരു ശ്രമമാണ് ട്രസ്റ്റ് ഏറ്റെടുത്തിരിക്കുന്നത്. ചെറുതൊന്നുമല്ല, വലിയൊരു കാര്യമാണ്. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചരിത്രപരമായിട്ടും സാഹിത്യപരമായിട്ടും സാംസ്കാരിക രംഗത്തും ആധ്യാത്മിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കലാരംഗത്തും കായിക രംഗത്തും സാമൂഹ്യ രംഗത്തും എന്നുകൊണ്ട് എല്ലാ രംഗങ്ങളിലും ഒരുപോലെ മികച്ച പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു പഠനം നടത്തി ഒരു വിശദമായ ഒരു പുസ്തകവും തയ്യാറാക്കുക എന്നുള്ള ഒരു വലിയ ശ്രമത്തിലാണ് പൈതൃക ജില്ല പാലക്കാട് നടത്തുന്നത്. അതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാം സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഒരു പടിയാണ് ഈ നടക്കുന്ന എല്ലാ പരിപാടികളും. അതുകൊണ്ടാണ് വേറിട്ട പരിപാടികൾ, വ്യത്യസ്തമായ പരിപാടികൾ ആണ് സാന്ദീപനി ട്രസ്റ്റ് നടത്തുന്നത്. കൊട്ടിഘോഷിച്ച് നടത്തുന്ന പരിപാടികളല്ല പ്രധാനം. നമുക്കറിയാം, കയ്യടി കിട്ടുന്ന ധാരാളം പരിപാടികളുണ്ട്. പക്ഷേ നമ്മുടെ മൂല്യം നഷ്ടപ്പെട്ടു പോകുന്നു, നമ്മുടെ മൂല്യങ്ങൾ ശോഷിക്കുന്നു. അത് പാടില്ല. നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കേരളത്തിന്, നമ്മുടെ പാലക്കാടിന്, നമ്മുടെ ഇന്ത്യക്ക് ഒരു മഹത്തായ പൈതൃകമുണ്ട്, ഒരു സംസ്കാരമുണ്ട്, ഒരു ആദർശമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അതിനെ നമുക്ക് നിലനിർത്തണം. അതാണ് ലോകത്തിന് മഹത്തായ കാഴ്ചപ്പാട്. നമ്മൾ പറയുന്നുണ്ട് വിശ്വഗുരുവായിരുന്നു ഭാരതം എന്ന്. വിശ്വഗുരുവായിരുന്നു ഭാരതം. ഭാരതത്തെ ആക്രമിക്കാത്ത രാജ്യങ്ങളാരാ? ഏതാണുള്ളത്? എല്ലാ രാജ്യങ്ങളും, ലോക രാജ്യങ്ങൾ ഭാരതത്തെ ആക്രമിച്ചിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ എന്താ പറയുക, അമൂല്യമായ സാധനങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്, നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഭാരതം ഇന്നും നിലനിൽക്കുന്നു. അതിനെന്താ കാരണം? നമ്മുടെ ഒരു കാഴ്ചപ്പാടാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ, എത്രയൊക്കെ പോയാലും നമ്മൾക്ക് നമ്മുടേതായ ഒരു ആദർശം, ഒരു ദേശീയത നമുക്കുണ്ട്. അതിനെ നിലനിർത്തുക എന്ന ഒരു ചെറിയതും മഹത്തായതുമായ ഒരു ദൗത്യമാണ് സാന്ദീപനി ട്രസ്റ്റ് നടത്തുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ പൈതൃക ജില്ല എന്ന വലിയൊരു കാഴ്ചപ്പാട്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, തൃശ്ശൂരിൻ്റെ പ്രത്യേകതയുണ്ട്, കോഴിക്കോടിന് പ്രത്യേകതയുണ്ട്, തിരുവനന്തപുരത്തിനുണ്ട്, എല്ലാ ജില്ലകൾക്കും ഉണ്ട്. പക്ഷെ പാലക്കാടിന് മറ്റൊരു തനിമയാണുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാലോ, ഭാരതത്തിൽ അറിയപ്പെടുന്ന എത്രയോ നദികൾ ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ 44 നദികളുണ്ട്. ഈ 44 നദികളുണ്ടെങ്കിലും ഭാരതത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പുഴയേ ഉള്ളൂ, അത് ഭാരതപ്പുഴയാണ്. അത് പാലക്കാട് കൂടെയാണ് ഒഴുകുന്നത്. മലപ്പുറത്തേക്ക് പോകുന്നുണ്ട്, തൃശ്ശൂരിൻ്റെ ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആ ഭാരതപ്പുഴ ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലാണ്. ആ ഭാരതപ്പുഴയുടെ തീരത്ത് ഉണ്ടാകാത്ത ഒരു സംസ്കാരവും ഇല്ല. എല്ലാ സംസ്കാരവും ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കണ്ടുപിടിച്ച് ഒരു കടലാസിലാക്കി എടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യം പൈതൃക ജില്ല നടത്തി വരുന്നു. അതിന് എല്ലാവിധ സഹായങ്ങളും എല്ലാവരുടെയും, പ്രത്യേകിച്ച് അഞ്ചുമൂർത്തിയുടെ സഹായവും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്ന് മാത്രം വിളിച്ചു നിർത്തുന്നു. നമസ്കാരം. ഔപചാരികമായ ഈ സാംസ്കാരിക വേദിയുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കട്ടെ. അതിനു മുമ്പ് ഒരു അറിയിപ്പുണ്ട്. നമ്മളെ കാത്തിരിക്കുന്ന ഒരു നൃത്ത വിരുന്നുണ്ട്. ആരും തന്നെ പോകരുത്. അവർക്ക് പ്രേക്ഷകരായി പ്രോത്സാഹനം ചെയ്യാൻ വേണ്ടി ഇവിടെ എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതിനുശേഷം ഭക്തിഭോജനവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ സാംസ്കാരിക വേദിയുടെ സമാപനത്തിലേക്ക് പ്രവേശിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാനായി സാന്ദീപനി സാധനാലയം സാധനാ മാതൃസമിതമായ നമസ്കാരം. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പ്രതിഷ്ഠാദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികളാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5-ാം ദിവസമായ ഇന്നത്തെ സാംസ്കാരിക ചടങ്ങ് ഉദ്ഘാടനത്തിയ നമ്മുടെ വിശിഷ്ട വ്യക്തികൾ, ഞങ്ങൾ ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലരെയും സമീപിക്കാൻ പോയി. അങ്ങനെയൊരു ഇതിൻ്റെ ഫലമായി കൊണ്ടാണ് MLA ദിവാകരേട്ടൻ, മുൻ MP കൃഷ്ണദാസ് അവർകളെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, എന്തായാലും ഞങ്ങൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ഞങ്ങളെ അറിയിച്ചതായിരുന്നു.
പക്ഷേ ദാസേട്ടനെ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിച്ചില്ല. എന്തായാലും വളരെ സന്തോഷമായി. ഇങ്ങനെ ഒരു പരിപാടി പൈതൃക ജില്ലയുടെ വെബ്സൈറ്റ് ഉദ്ഘാടനം പോലും ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞു. പാലക്കാട് ജില്ലയെ പൈതൃക ജില്ലയുമായി കൊണ്ടുപോകാൻ വർഷങ്ങളായിട്ടുള്ള ഒരു എഫേർട്ടാണ് ശ്യാംജി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രഹേ ഗ്രഹേ ആചാര്യ ദർശനം എന്ന കൺസെപ്റ്റുമായി 1,00,000 ഗ്രഹങ്ങളിലേക്ക് നമ്മളുടെ ശങ്കരാചാര്യ വിഗ്രഹങ്ങളും അദ്ദേഹം എത്തിക്കാൻ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ഇവിടെ എല്ലാവരും സംസാരിച്ചു. എല്ലാവരുടെയും ജാതിമതത്തിനും അതുപോലെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ശ്യാംജിക്ക് എന്നും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനിയും ഈ ക്ഷേത്രത്തിന് ഉണ്ടാവണമെന്ന് ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നമ്മളുടെ ബഹുമാനിയായ MLA ശ്രീ KK ദിവാകരേട്ടനും ദാസേട്ടനും കൂടിയായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2005 to 10 ഞാൻ പറളിയുടെ പഞ്ചായത്ത് പ്രസിഡൻ്റായത്. അദ്ദേഹത്തിൻ്റെ എല്ലാ വേദികളിലും ഏത് വേദികളിലും ഞാൻ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. അദ്ദേഹം അത് എടുത്തു പറയുകയുണ്ടായി. ഇത്രയും വർഷത്തിന് ശേഷം കണ്ടപ്പോൾ അദ്ദേഹം അത് വളരെ എടുത്തു പറഞ്ഞു. എന്തായാലും ഞാൻ ഈ പരിപാടിക്ക് വരും. ഇവിടെ വന്ന് കണ്ട് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി, വളരെ സന്തോഷമായി. അപ്പോൾ അതൊക്കെ വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. അദ്ദേഹം ഈ വെബ്സൈറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന് 100,000 നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ ദാസേട്ടൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിനെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വേദിയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പേഴ്സ്, മറ്റേ മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ ദണ്ഡുവാണി സാർ, മറ്റേ ഉസ്താദ് അവർകൾ, ജന്മഭൂമിയുടെ ചീഫ് എഡിറ്ററായ പത്മഗിരീഷ് സാർ, പൂജ്യ സ്വാമിജി ശ്രീ പ്രഭാകരൻജി, മറ്റ് ബഹുമാന്യരായ എല്ലാവരെയും ഈ സാന്ദീപിനി സാധനാലയത്തിൻ്റെ പേരിലും മാതൃസമിതിയുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതിനുപരി വേദിയിലിരിക്കുന്ന എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം ഇവിടെ നൃത്തനൃത്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അതെല്ലാവരും കണ്ടും എല്ലാവരും ആസ്വദിച്ചിട്ട് വേണം പോകാൻ എല്ലാവർക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് കൃഷ്ണനുണ്ണിയേട്ടനാണ്. അധ്യക്ഷനായ കൃഷ്ണനുണ്ണിയേട്ടൻ എല്ലാ പരിപാടിക്കും, നമ്മളുടെ ഈ എല്ലാ പരിപാടിക്കും ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹത്തിനെയും ഞാൻ വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവരും, സ്റ്റേജ്, അതുപോലെ തന്നെ മീഡിയാസ്, ഫോട്ടോസ്, എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഔപചാരികമായ സാംസ്കാരിക വേദി ഇവിടെ